Hello viewers, എല്ലാവർക്കും ഇന്നത്തെ Cuisines of Indiaയുടെ ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നത് ഒരു പോപ്പുലർ ആയിട്ടുള്ള ഇൻഡോ ചൈനീസ് വെജിറ്റേറിയൻ ഡിഷാണ്. പൊറോട്ടയുടെ കൂടെയും ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ അടിപൊളി കോമ്പിനേഷനായ ചില്ലി ഗോബി ആണ് നിങ്ങളുടെ മുന്നിലേക്ക് ഇന്ന് ഞങ്ങൾ റെസിപ്പി ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതൊരു ഈസി റെസിപ്പിയാണ്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്നും നമുക്കൊന്ന് പോയി കണ്ടു നോക്കിയാലോ. ലെറ്റ്സ് ഗോ. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിൽ വരുന്നത് കോളിഫ്ലവർ ഒരെണ്ണം എടുക്കുന്നുണ്ട്, മൈദ ഓൾ പർപ്പസ് ഫ്ലവർ ഹാഫ് കപ്പ്, 2 ടീസ്പൂൺ കോൺഫ്ലവർ, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗാർലിക് പൗഡർ, ഹാഫ് ടീസ്പൂൺ ഓണിയൻ പൗഡർ, ഉപ്പ് ആവശ്യത്തിന്, അതുപോലെ വെള്ളം ഹാഫ് കപ്പും നമ്മളിവിടെ എടുക്കുന്നുണ്ട്. ഏറ്റവും ആദ്യം ഒരു ബാറ്റർ റെഡിയാക്കിയെടുത്ത് കോളിഫ്ലവർ അതിൽ മുക്കിയെടുത്ത് വറുത്തെടുക്കാം. മൈദയിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബാറ്റർ സീസണിങ്സ് ആദ്യം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനിയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇവിടെ ആഡ് ചെയ്യാം. അതിനുശേഷം ചെറു ചൂടുവെള്ളം ഒഴിച്ചുകൊണ്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കട്ട പിടിക്കാതെ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിവിടെ ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഈ ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഈ കോളിഫ്ലവർ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക. കോളിഫ്ലവർ ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്കിവിടെ കോളിഫ്ലവർ വറുത്തെടുക്കാം. കോളിഫ്ലവർ ഇതുപോലെ ഒന്ന് വറുത്തെടുത്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചില്ലി ഗോബിയിലെ സോസിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കാശ്മീരി ചില്ലി പൗഡർ മുളക് പൊടി 2 ടീസ്പൂൺ, കോൺഫ്ലവർ 1 ടേബിൾ സ്പൂൺ, വിനെഗർ 1 ടീസ്പൂൺ, ചെറു ചൂട് വെള്ളം എടുക്കുന്നുണ്ട് 1 കപ്പ്, സോയാ സോസ് 1 ടേബിൾ സ്പൂൺ, ചില്ലി സോസ് 1 ടീസ്പൂൺ, കെച്ചപ്പ് 2 ടീസ്പൂൺ. സോസ് റെഡിയാക്കി എടുക്കാനായിട്ട് ഏറ്റവും ആദ്യം ഒരു ബൗളിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടിയും കോൺഫ്ലവറും അതുപോലെ വെള്ളവും കൂടി ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് കട്ട പിടിക്കാതെ മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇത് കട്ട പിടിക്കാതെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കുക. അതിനുശേഷം ഇവിടെ നമുക്ക് സോയാ സോസ് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ചില്ലി സോസ് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ കെച്ചപ്പും കൂടെ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഏറ്റവും അവസാനം നമുക്കിവിടെ വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞാൽ നമ്മുടെ സോസ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ചില്ലി ഗോബി കുക്ക് ചെയ്തെടുക്കാനായിട്ടുള്ള അവസാനത്തെ ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടാം. ഇവിടെ സെലറി ഒരു സ്റ്റിക്ക് എടുക്കുന്നുണ്ട്, ഇത് ചെറുതായിട്ട് അരിഞ്ഞതാണ്. ക്യാപ്സിക്കം ഒരെണ്ണം, 1 മീഡിയം സവോള, 3 സ്പ്രിംഗ് ഒണിയൻ്റെ പച്ച ഭാഗം, 2 പച്ചമുളക്, 3 സ്പ്രിംഗ് ഒണിയൻ്റെ വൈറ്റ് ഭാഗം നമ്മളിവിടെ എടുക്കുന്നുണ്ട്. അതുപോലെ അവസാനം ഗാർണിഷിങ്ങിനായിട്ട് കൊറിയാണ്ടർ ലീവ്സും കുറച്ച് നമ്മൾ എടുക്കുന്നുണ്ട്. ഇഞ്ചി 1 ടീസ്പൂൺ, വെളുത്തുള്ളി 2 ടീസ്പൂൺ, കുരുമുളക് പൊടി ആവശ്യത്തിന്, അതുപോലെ എണ്ണയും ഉപ്പും നമ്മളിവിടെ ആവശ്യത്തിന് ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ചില്ലി ഗോബി കുക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് ഏറ്റവും ആദ്യം ഒരു പാനിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇത് ഹൈ ഹീറ്റിലാണ് നമ്മൾ ചെയ്യുന്നത്. വെളുത്തുള്ളിയും അതുപോലെ ഇഞ്ചിയും ആഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ഒന്ന് സ്റ്റിർ ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ്. പച്ചമുളക് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ സ്പ്രിംഗ് ഒണിയൻ്റെ വെള്ള ഭാഗം നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഒന്ന് പെട്ടെന്ന് ഇളക്കിയെടുക്കുക. ഇവിടെ നമ്മൾ സ്പീഡിലാണ് വെജിറ്റബിൾസ് എല്ലാം ഇടുന്നത്. സെലറി ഇട്ട് കൊടുത്തു. ഒന്ന് പെട്ടെന്ന് ഇളക്കിയെടുക്കുക. ഇവിടെ നമ്മൾ സവോളയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. ഇതൊന്നും അധികം വെന്ത് പോകരുത്. ആ ക്രിസ്പിനെസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ. ക്യാപ്സിക്കം ആഡ് ചെയ്യുക. അത് കഴിഞ്ഞാൽ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന സോസ് ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു സോസ് ഹൈ ഹീറ്റിൽ നന്നായിട്ടൊന്ന് തിക്കൻ ചെയ്തെടുക്കണം. ഏകദേശം സാധാരണ സോസുകളുടെയൊക്കെ ആ ഒരു കൺസിസ്റ്റൻസി നമുക്കിവിടെ കിട്ടണം. അങ്ങനെയൊന്ന് ആയിക്കഴിഞ്ഞാൽ നമുക്കിവിടെ വറുത്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കാര്യങ്ങളും ഒക്കെ നോക്കി നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇവിടെ. അത് കഴിഞ്ഞാൽ ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇളക്കിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചില്ലി ഗോബി ഏകദേശം ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ഗാർണിഷിങ്ങിനായിട്ട് എടുത്തു വെച്ച സ്പ്രിംഗ് ഒണിയൻ്റെ പച്ച ഭാഗവും അതുപോലെ തന്നെ മല്ലി ഇലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചില്ലി ഗോബി ഇവിടെ റെഡിയായി കഴിഞ്ഞു. സോ നമ്മുടെ ചില്ലി ഗോബി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങൾ കണ്ടല്ലോ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. സോ ഇതാണ് നമ്മുടെ ചില്ലി ഗോബി. അടിപൊളി ഒരു റെസിപ്പിയാണ്. സോ ഇതിൻ്റെ അകത്തുനിന്ന് ഞാനൊരു ചെറിയൊരു പീസ് എടുത്തൊന്ന് ടേസ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങൾ തൊട്ട് താഴെ കമൻറ്റ് സെക്ഷനിൽ അടിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഗൈസ്. ഇത് അടിപൊളിയാണ്. ഇതൊരു ഇൻഡോ ചൈനീസ് ഫുഡാണ്. ഇത് നല്ലൊരു ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. നമുക്ക് വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളും ഉണ്ടായിരിക്കും. അത് നിങ്ങൾക്ക് എടുത്ത് നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കി നോക്കാം. എല്ലാ കൂട്ടുകാർക്കും വലിയൊരു നന്ദി. മറക്കാതെ സബ്സ്ക്രൈബ് അടിക്കുക.